ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇതൊക്കെ എല്ലാവരും ശേഷം സുഖാണെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ വന്നിട്ടുള്ള നല്ല ഫുഡ് വീഡിയോ, സ്പെഷ്യൽ വീഡിയോ ഒന്നും ആയിട്ടല്ല, കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതെന്താന്ന് വെച്ചാല് ഇനി നമ്മൾ രാവിലെ ചായക്കടി ദോശ കേട്ടോ. അപ്പൊ അത് ഉണ്ടാക്കണ പണിയാണ്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചാല് എന്നോട് ഞാൻ സ്മൂച്ചർ വീട്ടിലൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പൊ അങ്ങനെ മധുരം കഴിക്കാറില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഇതിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണാം കേട്ടോ ആ വീഡിയോ. അപ്പോൾ എന്നോട് എൻ്റെ ഫാമിലി ഉള്ളവരായാലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് കുറച്ച് പേര് യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആരാന്നറിയാത്തവർ പോലും വന്നിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവരെന്നോട് ഒരു പെൺകുട്ടിനോട് വന്നിട്ട് ഇത്താനെ കണ്ടിട്ട് അധികം പ്രായം തോന്നിക്കണില്ലല്ലോ, ഇത്താക്ക് ഇത്ര ചെറുപ്പത്തിൽ ഷുഗർ ഒക്കെ വന്നോന്ന്. ഇനി ഞാൻ അറിയണോ ഒരാരെയാണോന്ന് എനിക്കറിയില്ല, എന്നെ തളർത്താൻ വേണ്ടി പറഞ്ഞതാണോന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഷുഗറൊന്നും ഇല്ല. ഞമ്മള് അതുപോലെ താത്താനെ കാണാൻ ഷുഗർ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഷുഗർ കട്ട് ചെയ്തിട്ട് ഷുഗർ കഴിക്കാണ്ടിരിക്കണം, എന്തിനാ പിന്നെ തടി ഉള്ളവരല്ലേ, പിന്നെ അങ്ങനെ തടി കുറക്കാൻ വേണ്ടിയിട്ടല്ലേ മധുരം കഴിക്കാണ്ടിരിക്കാന്നൊക്കെ പറഞ്ഞു. ചെറിയൊരു തെറ്റിദ്ധാരണയാണ് അത്. തടി ഉണ്ട്, കുമ്പ ചാടിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചിലർ മധുരം കഴിക്കാണ്ടിരിക്കുന്നത്. വെറും തെറ്റിദ്ധാരണയാണ്. അത് മാത്രമല്ല, പിന്നെ ഷുഗറുള്ളവരും ആണെന്നാണ് ഓരോരുത്തർ പറയണത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഗൈസ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം നമ്മൾ ശ്രദ്ധിക്കാൻ വേണം നമ്മുടെ ലൈഫിൽ. ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാത്ത ഒരാളാണ് ഞാൻ. അങ്ങനത്തെ ആളായിരുന്നു ഞാൻ കേട്ടോ. ഒരു കാര്യം തന്നെയല്ല, ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. ലൈഫോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഷുഗർ വരും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ, അല്ലാതെ ഷുഗർ വന്നിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും ഷുഗർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പാരമ്പര്യമായിട്ട് കോലം കിട്ടിയില്ലെങ്കിലും, അല്ല ഞാൻ എൻ്റെ ഉപ്പാടെ പോലെ ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് ഷുഗർ ഉണ്ട്, ഉപ്പാക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടാവാൻ ഏറ്റവും ചാൻസ് കൂടുതലൊരു സംഭവമാണ് എന്ത്, ഷുഗർ, പ്രഷർ, തൈറോയ്ഡൊക്കെ കേട്ടോ. ഇവിടെ എന്തായാലും തൈറോയ്ഡും പ്രഷറൊന്നും ഇല്ല, ഷുഗർ ഉണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് എന്തായാലും കിട്ടാൻ ചാൻസ് കൂടുതലുണ്ടാകും. ഞാൻ താഴെയുള്ള സന്തതിയാണ്. അപ്പോൾ പിന്നെ എന്തായാലും താഴെയുള്ള മോളാണ്. അപ്പോൾ എനിക്ക് കിട്ടാൻ ചാൻസ് എന്തായാലും ചെറുതായിട്ട് കുറച്ച് കൂടുതലാണ്. പിന്നെ ഞാൻ പ്രഗ്നൻസിയിൽ എനിക്കുണ്ടായിരുന്നു. ആദ്യമിനെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. എല്ലാവരും പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അതോടുകൂടി അത് പോയി. പിന്നെ ഷുഗർ വരാൻ ചാൻസ് കൂടുതലാണെന്ന് പറയാം, കാരണം മധുരം കഴിച്ചുകൊണ്ട് തന്നെ ഷുഗറും വരും എന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ അങ്ങനെ മധുരം കഴിക്കില്ല. എൻ്റെ ഉമ്മ ചായയിൽ മാത്രം എൻ്റെ ഉമ്മാക്ക് മധുരം മതി. അങ്ങനത്തെ ആളാണ് എൻ്റെ ഉമ്മ. ആ ഉമ്മാക്കടക്കം ഷുഗർ വന്നു ഗൈസ്. എന്താണെന്ന് വെച്ചാൽ ഉമ്മാക്കും ഷുഗർ ഉണ്ട്, ഉമ്മയുടെ ഉപ്പാക്കും ഷുഗർ ഉണ്ട്. അതുകൊണ്ടാണ്, അല്ലാണ്ട് മധുരം കഴിച്ചുകൊണ്ടല്ല ഉമ്മാക്ക് ഷുഗർ വന്നത്. അപ്പം നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തായാലും വരേണ്ട അസുഖങ്ങൾ എന്തായാലും നമുക്ക് വരും. അതെത്ര പിടിച്ചു വെച്ചിട്ടും കാര്യം ഇല്ല. പക്ഷെ നമുക്ക് നമ്മൊന്ന് കൺട്രോൾ ചെയ്ത് നമ്മൊന്ന് ശ്രദ്ധിച്ചാൽ 2 കൊല്ലം ശേഷം വരേണ്ട അസുഖം 2 കൊല്ലം മുമ്പ് എന്തിനാ നമ്മൾ വെറുതെ മേടിച്ചേക്കുന്നത്? ആ 2 കൊല്ലം നമ്മളെ അവയവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് സമാധാനമായിട്ട് ജീവിച്ചൂടെ? എൻ്റെ മക്കളുള്ളതാണ്. അപ്പം പിന്നെ എന്തായാലും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനൊന്നും ചിന്തിച്ചേർന്ന ഒരാളെ അല്ല കേട്ടോ. എൻ്റെ ചിന്താഗതി മൊത്തത്തിൽ ഇപ്പം മാറിയിട്ടുണ്ട്. ഞാനിങ്ങനൊന്നും ചിന്തിച്ചേർന്ന ഒരാളല്ല. കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ഉപ്പ ഒരു പുറത്തത്തെ ഒരു ഭക്ഷണം അങ്ങനെ കഴിക്കാറില്ല. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ ഉമ്മയുടെ ഉമ്മ, എൻ്റെ ഇട്ടമ്മയും അങ്ങനെ പുറത്തത്തെ ഫുഡും അങ്ങനെ ഇതാക്കുന്ന ആൾക്കാരെല്ലാവരും. പക്ഷെ അവർക്കൊക്കെ ലിവറിന് ബുദ്ധിമുട്ടായിട്ടാണ് അവർക്ക് മരിച്ചു പോയത്. എന്താ പറഞ്ഞ ഉപ്പ പുറത്തുനിന്നുള്ള ഭക്ഷണം അങ്ങനെ കഴിക്കില്ല. ഒരു കള്ളുടിക്കുക, ഒന്നും സിഗരറ്റ് വലിക്കുക, ബീഡി പോലും അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാത്തതാണ് എൻ്റെ ഉപ്പ. തന്നെ കഴിക്കില്ല. എന്നിട്ട് എൻ്റെ ഉപ്പാക്ക് ലിവറിന് വയ്യാണ്ടായിട്ടാണ് എൻ്റെ ഉപ്പ മരിച്ചത്. എൻ്റെ വല്യമ്മ, എൻ്റെ ഉമ്മയുടെ ഉമ്മാക്കായാലും അങ്ങനൊന്നും പുറത്തുനിന്ന് അവരൊന്നും അങ്ങനത്തെ അങ്ങനെ ചെയ്തിരുന്നവരൊക്കെ അല്ല ഈ അസുഖം വന്നത്. അപ്പം പിന്നെ നമ്മൾ ആഗ്രഹിച്ച ഭക്ഷണങ്ങൾ കഴിക്കുക. നമുക്കത് അങ്ങനത്തെ ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ഒന്നും കഴിക്കാത്തവർക്ക് തന്നെ ഈ വക അസുഖങ്ങളൊക്കെ വരണേ. അപ്പം പിന്നെ നമുക്കും കഴിച്ചാൽ എന്തായാലും അസുഖങ്ങൾ വരും. അപ്പം നമ്മൾ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് കഴിക്കുക. അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ നമ്മൾ അത് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ റീസൺ ഒന്ന് അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും എന്താണ്, എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പം ഞാൻ ഷുഗർ കുറച്ചതിൻ്റെ കാരണം മനസ്സിലായില്ല എന്താണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഉപ്പാനായിട്ട് ഞാനൊരു മാസത്തോളം ഉപ്പാനായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു, മദറിൽ. ഇപ്പം നഴ്സുമാരൊക്കെ എൻ്റെ ഭയങ്കര കമ്പനിയാണ് കേട്ടോ. നല്ലോണം വർത്താനം പറയും. ഫ്രീ ആയുള്ള ടൈമിലൊക്കെ ഞാൻ അവിടെ പോയിരിക്കും. നല്ല കമ്പനിയാണ് കേട്ടോ ഞാൻ നഴ്സുമാരൊക്കെ ആയിട്ട്.
അപ്പൊ ഞാൻ നഴ്സുമാരോട് ഇങ്ങനെ പറയും, വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പറയും, ഉപ്പ ഇങ്ങനെ അതൊന്നും ഒരു ഇതും ഇല്ല ഉപ്പാക്ക്, എന്നിട്ടാണ് ഉപ്പാക്ക് ഈ ഒരു ഇത് വന്നത് എന്നൊക്കെ പറയുമ്പോൾ നഴ്സ് പറഞ്ഞെന്താണെന്ന് അറിയും, ഉപ്പാക്ക് ഷുഗർ ഉള്ളതല്ലേ. ഈ ഷുഗർ എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ഡേഞ്ചറാണ്. അത് നമ്മുടെ തലച്ചോറ് മുതൽ കാൽവിരൽ വരെ നമുക്ക് എന്തിനും ബാധിക്കാവുന്ന ഒരു അസുഖമാണ് നമ്മുടെ ഷുഗർ. നമ്മൾ ഷുഗർ നോക്കിയില്ലെങ്കിലും കൺട്രോൾ ചെയ്തില്ലെങ്കിലും നമ്മുടെ ശരീരത്തിലെ ഏതൊരു അവയവങ്ങൾക്കും അത് ബാധിക്കും. അപ്പോഴാണ് നമുക്ക് ഇത്രയും വലിയ അസുഖങ്ങൾ വരുന്നത്. അല്ലാതെ നമ്മൾ പുറത്തു പോയിട്ട് അത് ഇത് കഴിച്ചിട്ടോ ഒന്നുമല്ല എന്നാണ് പറയണത്. അപ്പോൾ എൻ്റെ ഉറ്റമാക്കും ഷുഗർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഷുഗർ ഉള്ളവർക്കൊക്കെ നോക്കുമ്പോൾ ലിവർ ഫാറ്റ് ഉണ്ട്, ഷുഗറിൻ്റെ മെഡിസിൻ കഴിക്കുന്നവർക്കൊക്കെ ഉണ്ട്. കാരണം അപ്പോൾ നമ്മൾ ഷുഗർ എത്രത്തോളം നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, എത്രത്തോളം നോക്കുന്നത്, അപ്പോൾ നമ്മുടെ ശരീരത്തെ അവയവങ്ങൾ നമുക്ക് സേവ് ചെയ്യാം. അപ്പോഴാണ് ഈ ഒരു ഷുഗർ കുറയ്ക്കാനുള്ള കാരണം അതാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഷുഗർ ഉണ്ടായിട്ടോ അതൊന്നുമല്ല. എന്തായാലും വരേണ്ട അസുഖങ്ങൾ നമുക്ക് എന്തായാലും വരും, അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും വരും. പക്ഷെ നമ്മൾ ഇപ്പം ശ്രദ്ധിച്ചാൽ 2 കൊല്ലം മുമ്പ്, ഇപ്പം എനിക്കിപ്പോൾ 2 കൊല്ലം ശേഷം വരേണ്ട അസുഖത്തെ ഞാൻ എന്തിനാ 2 കൊല്ലം മുമ്പ് വെറുതെ വിളിച്ച് വരുത്തിയിട്ട് ഞാൻ എനിക്ക് ഉള്ള ഇതൊക്കെ വരുത്തിയേക്കുന്നു. 2 മക്കളെല്ലാം ജീവിച്ച് പോകണ്ടേ. അപ്പോൾ അസുഖം വന്ന് കിടക്കണേക്കാട്ടും നല്ലത് അസുഖം വരാതെ നമ്മൾ നോക്കേണ്ടത് തന്നെയല്ലേ. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ എനിക്ക് ഷുഗർ ഉണ്ടായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക പ്രഷർ ഉണ്ടായിട്ടൊന്നും അല്ല. എനിക്ക് ഒരു അസുഖങ്ങളും ഇതുവരെ ഒന്നും എത്തിച്ചാലും എനിക്ക് ഇതുവരെ ഒരു അസുഖങ്ങളും എനിക്കില്ല. ഭാവിയിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് നേരത്തെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് ഉള്ള മധുരം എല്ലാം വലിച്ചു വാരി കഴിച്ചിട്ട് കഴിക്കണം എന്നല്ല. ഞാനൊക്കെ നല്ലോണം കഴിച്ചിരുന്ന ആളാട്ടോ. ഇപ്പോഴാണ് ഇത്തിരി ബോധം വന്നത് ഇങ്ങനൊക്കെ കേട്ടപ്പോൾ. അപ്പം നമ്മൾ വരേണ്ടത് വരും, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലേറ്റ് ആയിട്ടേ വരത്തുള്ളൂ. നേരത്തെ നമ്മൾ വെറുതെ കയ്യിൽ മേടിച്ച് അസുഖങ്ങൾ വന്നതിന് ശേഷം നമ്മൾ എത്ര ശ്രദ്ധിച്ചിട്ടും എത്ര കെയർ ചെയ്ത് കൊണ്ടിട്ടും കാര്യമില്ല. വരണതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കാൻ നോക്കാം. ഈ പറഞ്ഞ ഞാൻ ഇങ്ങനൊന്നും അല്ലാട്ടോ കുറച്ച് മുമ്പ് വരെ പറഞ്ഞിരുന്നത്. എന്തായാലും അസുഖങ്ങൾ വരും. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താണോ അതെല്ലാം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അസുഖങ്ങൾ വരാനുള്ള വഴിയും അതന്നെയാണ് എന്ന് മനസ്സിലായോ? അതെനിക്കിപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ മധുരം കുറച്ചത് കേട്ടോ. മധുരം ഇപ്പം അതെ ഇന്നലെ 40 അപ്പം ഞാൻ ഇന്നലെ നമുക്ക് കാണുമ്പോൾ എനിക്ക് തന്നെ മധുരം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊക്കെ കേക്ക് അങ്ങനെ കിട്ടിക്കാൻ ആ ഒരു കേക്ക് മൊത്തം അങ്ങനെ കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അത്രയ്ക്കും മധുരം ഭയങ്കര ഇഷ്ടമാണ്. ലഡ്ഡു ആയാലും ചോക്ലേറ്റ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മധുരം. പറയുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങിയതാണ്ടോ. അപ്പോൾ ഞാൻ മുന്നിൽ ലഡ്ഡു, ജിലേബി, അഹിനാസ്, അതുപോലെ ഹലുവ, പഴംപൊരി, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒരുമിച്ച് കണ്ടതിനാൽ അത് തന്നെ നമ്മുടെ കൺട്രോളാണ് കയ്യിൽ നിന്ന് പോകും. എന്നിട്ട് ഞാൻ കഴിച്ചില്ല എന്നല്ല, ഞാൻ ഇന്നലെയൊക്കെ അത്യാവശ്യം വെച്ചാൽ നമുക്ക് ഇടയ്ക്ക് കഴിക്കുക അങ്ങനെ വെച്ചിട്ട് ഫുള്ളായിട്ട് നമ്മൾ മധുരം ഉപേക്ഷിക്കാനല്ല പറയണത്. കഴിക്കുക കുറച്ചൊക്കെ. നമ്മുടെ ബോഡിയോട് നമുക്ക് സ്നേഹമുണ്ട്, നമ്മളോട് കുറച്ച് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിലും നമ്മൾ എന്തായാലും നമ്മളെ ലൈഫ് നമ്മളെ സേവ് ചെയ്യാനേ നമ്മൾ നോക്കത്തുള്ളൂ. അപ്പം പിന്നെ അതെന്തായാലും ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇനി അത് പറഞ്ഞിട്ട് ഇനി ആരെന്നെ കളിയാക്കേണ്ട ആവശ്യമില്ല. കളിയാക്കും, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. പക്ഷെ ഞാൻ പറഞ്ഞെന്നുള്ളൂ ഇതുകൊണ്ടാണ് എന്നുള്ളത്. അല്ലാതെ ഷുഗർ ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ബോഡി കൂടിയിട്ട് തടി കുറയ്ക്കാനോ കൊമ്പ് ചാടിയിട്ട് കൊമ്പ് കുറയ്ക്കാനോ ഒന്നുമല്ല. അങ്ങോട്ടേക്ക് ഇനി ഒന്നും നമ്മളെ ജീവിതമല്ലേ, നമുക്ക് ഓരോ സംഭവങ്ങളും നമുക്ക് ഓരോന്ന് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ചെവിലോട്ട് കയറില്ല. അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നമ്മൾ കാണാൻ തക്കത്തിലുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മൾ മനസ്സ് തട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടായാലേ ഓരോരുത്തർക്ക് ഈ പറഞ്ഞ ബോധവിധയം വരുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം എത്ര പറയാനുള്ളൂ. അപ്പം എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഗൈസ്. എന്തെനിക്ക് ഷുഗർ വന്നെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കിയപ്പോൾ എനിക്ക് എന്തായാലും പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആവുമെന്നുണ്ടെങ്കിലും അതും കുറച്ച് നല്ലതല്ലേ. അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു കാര്യം പറയാൻ ഞാൻ വന്നത്. ബൈ. പിന്നെ ഇഷ്ടമായാലും ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാനായിരിക്കും. ബൈ.